ഇപ്പൊ യൂട്യൂബ് ഇൻസ്റ്റയും തുറന്നു നോക്കിയാൽ എല്ലാവരും പൊതിച്ചോറിന്റെ ബഹളാണ്. അതെ, ഇപ്പൊ പൊതിച്ചോറിന്റെ സീസൺ ആണല്ലോ. ഇടയ്ക്ക് ഒരു പൊതിച്ചോറ് സെറ്റാക്കി കഴിച്ചു നോക്കിയില്ലെങ്കിൽ എന്ത് മലയാളി അല്ലേ? അപ്പൊ ഇന്നൊരു പൊതിച്ചോറായാലോ? നന്നായി വാട്ടിയ വാഴയിലയിൽ ആവി പറക്കുന്ന നല്ല കുത്തരിച്ചോറും, ചോറിന് കൂട്ടായി ചെമ്മീനും കായും ഉലർത്തിയതും, കുറച്ച് ബീട്രൂട്ട് പേരി, കുറച്ച് കുറുക്കുപേരി, അല്ല കുറച്ചധികം കുറുക്കുപേരി. എനിക്ക് കുറുക്കുപേരി നല്ല ഇഷ്ടമാണ്. പിന്നെ കുറച്ച് പരിപ്പും ചീരവുപ്പേരി, പിന്നെ നാളികേര ചമ്മന്തി, പിന്നെ പൊതിച്ചോറിന് മൂടി കൂട്ടാനായി ഫിഷ് ഫ്രൈയും കുറച്ച് പ്രോൺസ് ഫ്രൈയും, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഓംലെറ്റ്. ഓംലെറ്റ് ഇല്ലാതെ എന്ത് പൊതിച്ചോറ് അല്ലേ? ഇതൊക്കെ കൂട്ടി ഒന്ന് നന്നായി ഒതുക്കി പൊതിഞ്ഞ് മടക്കി ഒരു 2-3 മണിക്കൂർ വെക്കണം. പക്ഷെ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ടും നല്ല കൊതിയും വിശപ്പും ഉള്ളതുകൊണ്ടും ഞാൻ അരമണിക്കൂർ വെയിറ്റ് ചെയ്തോളൂ. ഇനി എന്താ, തുറക്കുക, കഴിക്കും. ചെമ്മീൻ എങ്ങനെ വെക്കുന്നത് ആദ്യമായതുകൊണ്ട് ഫസ്റ്റ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കൊള്ളാം. ഇതുപോലെ വീണ്ടും ഉണ്ടാക്കാൻ അമ്മയോട് പറയണം. ഇനി പൊതിയിലെല്ലാം കൂട്ടി ഒരു പിടുത്തം. ആഹാ, അന്തസ്. നിങ്ങളും ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണേ. ഇപ്പൊ യൂട്യൂബ് ഇൻസ്റ്റയും തുറന്നു നോക്കിയാൽ എല്ലാവരും പൊതിച്ചോറിന്റെ ബഹളാണ്. അതെ, ഇപ്പൊ പൊതിച്ചോറിന്റെ സീസൺ ആണല്ലോ. ഇടയ്ക്ക് ഒരു പൊതിച്ചോറ് സെറ്റാക്കി കഴിച്ചു നോക്കിയില്ലെങ്കിൽ എന്ത് മലയാളി അല്ലേ? അപ്പൊ ഇന്നൊരു പൊതിച്ചോറായാലോ? നന്നായി വാട്ടിയ വാഴയിലയിൽ ആവി പറക്കുന്ന നല്ല കുത്തരിച്ചോറും, ചോറിന് കൂട്ടായി ചെമ്മീനും കായും ഉലർത്തിയതും, കുറച്ച് ബീട്രൂട്ട് പേരി, കുറച്ച് കുറുക്കുപേരി, അല്ല കുറച്ചധികം കുറുക്കുപേരി. എനിക്ക് കുറുക്കുപേരി നല്ല ഇഷ്ടമാണ്. പിന്നെ കുറച്ച് പരിപ്പും ചീരവുപ്പേരി, പിന്നെ നാളികേര ചമ്മന്തി, പിന്നെ പൊതിച്ചോറിന് മൂടി കൂട്ടാനായി ഫിഷ് ഫ്രൈയും കുറച്ച് പ്രോൺസ് ഫ്രൈയും, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഓംലെറ്റ്. ഓംലെറ്റ് ഇല്ലാതെ എന്ത് പൊതിച്ചോറ് അല്ലേ? ഇതൊക്കെ കൂട്ടി ഒന്ന് നന്നായി ഒതുക്കി പൊതിഞ്ഞ് മടക്കി ഒരു 2-3 മണിക്കൂർ വെക്കണം. പക്ഷെ എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ടും നല്ല കൊതിയും വിശപ്പും ഉള്ളതുകൊണ്ടും ഞാൻ അരമണിക്കൂർ വെയിറ്റ് ചെയ്തോളൂ. ഇനി എന്താ, തുറക്കുക, കഴിക്കും. ചെമ്മീൻ എങ്ങനെ വെക്കുന്നത് ആദ്യമായതുകൊണ്ട് ഫസ്റ്റ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. കൊള്ളാം. ഇതുപോലെ വീണ്ടും ഉണ്ടാക്കാൻ അമ്മയോട് പറയണം. ഇനി പൊതിയിലെല്ലാം കൂട്ടി ഒരു പിടുത്തം. ആഹാ, അന്തസ്. നിങ്ങളും ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണേ.